സംഭവം എന്താ വെച്ചാല് സുഹൈർ ഇന്നലെ ഈ കുഞ്ഞേമ്മ നരമ്പ് പൊട്ടിച്ചിട്ട് ആർപ്പുംപൊളി ഉണ്ടാക്കണത് അതിനൊരു മറുപടിയൊക്കെ ആയിട്ട് പൊട്ടിനല്ലോ. അത് മണിക്കൂറുകളെ കൊണ്ട് തന്നെ ലക്ഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞേമ്മ രണ്ട് നരമ്പ് ഇങ്ങനെ വീർപ്പിച്ച് പൊട്ടിച്ച് ആർപ്പുംപൊളി ഉണ്ടാക്കണത്, അതിന് സുഹൈറിന്റെ മറുപടി ആ കാല് നക്കാന് കോമാടന്റെ കാല് നക്കാൻ ചെയ്യാണ്ട് ഓളം കൂട്ടി പോയിക്കോ, ഈ പറഞ്ഞതൊക്കെ ലക്ഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കാട്ടുവളപ്പിൽ കോളാമ്പി സത്യത്തിൽ ഇത് കേട്ടിട്ടില്ല. ഓമനോട് ആരോ പറഞ്ഞാണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്നാ വെച്ചാൽ കട്ട് ചെയ്താണ്ട് വിട്, ഞാൻ പറഞ്ഞോളാം മറുപടി പറഞ്ഞാണ് പ്രസവിക്കണതിന്റെ ഇടയില്. ഇത് ഫസ്റ്റത്തെ ക്ലിപ്പാണ്ട് കണ്ടോടുകൂടെ തന്നെ കോളാമ്പി പിടുത്തം വിട്ടിക്കണേ. എന്താ ഇതിന് മറുപടി പറയാ? ആകെ പിടുത്തം വിട്ടിക്കണ്. അതില് ഏതായാലും കുഞ്ഞാമ്മിനോട് കോളാമ്പിക്ക് എന്തോ ദേഷ്യണ്ട്, അത് തീർത്തതാ. ആ സുഹൈറിന്റെ ക്ലിപ്പ് മുഴുവൻ ഒടിച്ച്. എന്തൊക്കെയാ ഉണ്ടായില്? ഫസ്റ്റത്തേൽ തന്നെ കുഞ്ഞാമ്മിനെ ആകട്ടെ അരപ്പാക്കിയില്ലേ. അപ്പൊ കോളാമ്പി വിചാരിച്ച ഈ കുഞ്ഞാമ്മ വന്ന അരപ്പാട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇവന്റെ ലൈവിൽ അത് മുഴുവനാണ് കേൾപ്പിച്ച്. അതല്ല ഉണ്ടായത്. അല്ലാതെ ഈ കോളാമ്പി എന്ത് മറുപടി അപ്പൊ അതിന് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുമുത്തുന്നതിനെ സംബന്ധിച്ച്, മഹാന്മാരുടെ കാലുമുത്തുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ ഇവിടെ വിഷയം. അത് സുഹൈർ ശരിക്ക് പറയണ്ടല്ലോ, കോളാമ്പിന്റെ കാല് മുത്താം അയച്ച് നോക്കിക്കോന്നല്ല പറഞ്ഞേ. അതിലിപ്പോ പറയഞ്ച് മുത്തണ്ടാന്ന് അതല്ലല്ലോ ഇപ്പൊ സുഹൈരും പറഞ്ഞേ. ഞങ്ങൾ കാല് മുത്തൂലെന്നാ പറഞ്ഞേ. കോമാട്ട് ചാലിൽ കോളാമ്പിന്റെ കാലങ്ങൾ മുത്തൂല എന്ന് പറഞ്ഞ മോൻ പറയഞ്ച് മുത്തണ്ടാന്ന്. അത് പറയാൻ പറ്റി വേണം. ഇതാ മറുപടി. എന്നിട്ട് ഈ അന്തമില്ലാത്ത അന്തംഗമ്യകളായ ഈ ഇബ്ലീസിന്റെ സന്തതികൾ അതുകൊണ്ട് പായ സ്പോട്ടിൽ മറുപടി പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞേ? ഇജാതി ഓരോ വസളത്തരം. സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് ആരോ തോന്നാ ഫൈസലത്തെ പറ്റിച്ചെന്നുണ്ട്. ഫൈസലിന് കുഞ്ഞാമിനോട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇത് കേട്ടാൽ തന്നെ അറിയില്ല, ആൾക്കാർ കേൾക്കാൻ പറ്റില്ല. അതൊരാകെ വസളാക്കുകയാണ്, എരപ്പാക്കുകയാണ് എന്നുള്ളത്. അത് നോസാദാണെങ്കിൽ കോളാമ്പി ആണെങ്കിൽ കേട്ടിട്ടുമില്ല. കോളാമ്പിനോട് പറഞ്ഞ ബജറ്റൂട് എന്ന് പറഞ്ഞ് ഓൻ വലിയ ദമ്മെടുത്ത് ഫസ്റ്റത്തെ ക്ലിപ്പാണ് ഇട്ടപ്പോ തന്നെ കോളാമ്പിന്റെ കിളി പോയിക്കണ്. ഇതാകെ ഇനി വേദന കിടക്കട്ടെ, കുഞ്ഞാമ്മ ഒന്ന് വസളാട്ടെ എന്ന് വിചാരിച്ച് ആ സുഹൈറിന്റെ ക്ലിപ്പ് മുഴുവനും 3-4 കഷ്ണാക്കിയിട്ട് എന്റെ ലൈവിലാണ്ട് കേൾപ്പിച്ച്. ഇതുണ്ടായത് വസളായില്ല കുഞ്ഞാമ്മ. എന്താ കുഞ്ഞാമ്മ എന്തപ്പോ പറയാ? ഇതിന് ചാൻസ് കിട്ടിയാൽ കോളാമ്പിനൊന്ന് വെച്ചാണ്ടേ ഒരു 8ന്റെ പണി കോളാമ്പിക്കും കൊടുക്കണം. അനക്ക് പേതാലും ഒരു 8ന്റെ പണി തന്നോ, ഇത് കോളാമ്പിക്കും കൊടുക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതുകൊണ്ട് കോമാട്ട് ചാലിൽ അബ്ദുള്ളയുടെ കൈയും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കൂടെ അങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിന്റെ മച്ചായിക്കും ചെയ്യിക്കും നീ അങ്ങ് ഇറന്നാൽ മതി. അതിനൊന്നും ഞങ്ങളെ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ കാര്യം ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. അൻസാരി സൂരിക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടെയൊക്കെ തടവണടാ, എവിടെയൊക്കെ മുത്തണം. നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിയിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്കായി ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തതൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒരു കൂടെ പോയി ചെയ്യടാ. അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത്. ഓളാ എടുത്തോണ്ട്